ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ മനസ്സിന് ചുറ്റുമുള്ള മതിൽ. മനസ്സിന് ചുറ്റുമുള്ള മതിൽ. സങ്കീർത്തനം 51:18 വായിക്കുന്നത്, നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. യോഹന്നാൻ അപ്പോസ്തലൻ ദർശനത്തിൽ നിത്യതയിലെ പുതിയ യെരൂശലേമിൻ്റെ മതിൽ കാണുന്നുണ്ട്. വെളിപ്പാട് 21-17 വാക്യത്തിൽ മതിൽ സൂര്യകാന്തം കൊണ്ട് പണിയപ്പെട്ടിരുന്നതെന്നും അതിൻ്റെ ഘനം 144 മുഴം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ആത്മീകമായി നാം അത്രേ ദൈവനഗരമായ പുതിയ യെരൂശലേമും സിയോനും. പുതിയ യെരൂശലേമിൻ്റെ മതിലിന് ചില അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം നമ്മുടെ മനസ്സിന് ചുറ്റുമുള്ള ബലവത്തായ മതിൽ എന്നാണ്. ഈ ദൈവനഗരത്തിൽ യാതൊരു അശുദ്ധിയും മ്ലേച്ഛതയും പ്രവേശിക്കുകയില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ എപ്പോഴും ശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ അതിനു ചുറ്റും സൂര്യകാന്തത്താൽ അജേയമായ മതിൽ പണിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നുവെന്ന് നെഹമ്യാവ് കേട്ടപ്പം, നെഹമ്യാവ് 1-3-4 വാക്യത്തിൽ വായിക്കുന്നത്, അവനിരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ദൈവം തനിക്ക് സഹായം ചെയ്തതിനാൽ അവൻ യെരൂശലേമിൻ്റെ മതിലിൻ്റെ ഇടിഞ്ഞു കിടന്ന ഭാഗങ്ങളെ കേടുപോക്കി പുതുക്കി പണിയുന്നു. പിന്നീട് ഈ പ്രവൃത്തിക്കെതിരായ ശത്രുക്കളുടെ പ്രതികരണം വളരെ രസകരമാണ്. നമ്മൾ നെഹമ്യാവ് 4-7 വാക്യത്തിൽ വായിക്കുന്നത്, യെരൂശലേമിൻ്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. യെരൂശലേമിന് നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിന്, അവരെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെ ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. നമ്മുടെ മനസ്സിൻ്റെ മതിലിൻ്റെ ഇടിഞ്ഞിടക്കുന്ന ഭാഗങ്ങളെ കേടുപോക്കി പുതുക്കി പണിയുമെങ്കിൽ പിശാചിനെ ഇഷ്ടപ്പെടത്തില്ല. ഈ കെട്ടുന്ന മതിൽ എന്താണ്? എന്തു തന്നെ സംഭവിച്ചാലും നമ്മുടെ മനസ്സ്, ചിന്ത, സങ്കല്പങ്ങൾ ഇതെല്ലാം ഒരു വിധത്തിലും മലിനമാക്കുകയില്ല എന്ന് നാം ദൈവത്തോടും ചെയ്യുന്ന ലംഘിക്കാത്ത ഒരു പ്രതിഷ്ഠയാണത്. നമ്മുടെ മനസ്സ് അത് ക്രിസ്തുവിൻ്റെ മനസ്സ് പോലെ പൂർണ്ണമായും വിശുദ്ധമായും സൂക്ഷിച്ചാൽ നമുക്കെതിരെയുള്ള പിശാചിൻ്റെ പദ്ധതികളെല്ലാം തകിടം മറിക്കുവാൻ നാം പ്രാപ്തരായിത്തീരും എന്ന് അവൻ അറിയുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നിൻ്റെ മനസ്സിൻ്റെ ചുറ്റുമുള്ള മതിൽ എങ്ങനെ ഉള്ളതാണ്? ശത്രുക്കളും കാട്ടുമൃഗങ്ങളും അത് തകർത്ത് നിൻ്റെ മനസ്സിലേക്ക് പ്രവേശിച്ച് നിൻ്റെ ചിന്താമണ്ഡലത്തെ മലിനമാക്കത്തക്ക വിധം അതത്ര ദുർബലമാണോ? ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.